പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റി. ഞാൻ അമ്പല ആയുർവേദ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് പ്രചാരത്തിലിരിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് പൊന്നാങ്കണ്ണി ചീര. ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന ഒരു ചീരയാണിത്. ആൾട്ടർനന്തേറ സെസിലിസ് എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ഇത് ഫാമിലി അമരാന്തേസിയെ ഫാമിലിയാണ്. ഉഷ്ണമീതോഷ്ണ മേഖലയിലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. തൊടിയിൽ, പറമ്പിൽ, വയലുകളിലൊക്കെ ഇത് ധാരാളമായിട്ട് വളരുന്നുണ്ട്. ഇതിന് മൂപ്പെത്തിയാൽ ഇതിന് വെള്ള പൂക്കളുണ്ടാവും. പിന്നെ ഇത് 2 ടൈപ്പ് ഉണ്ട്. പച്ച ഇലയുള്ളത് നാട്ടു പൊന്നാങ്കണ്ണിയും പിങ്ക് ഇലയുള്ളത് ശീമ പൊന്നാങ്കണ്ണിയും. ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തലവേദനയ്ക്ക് ഉത്തമമാണ്. ബീറ്റാ കരോട്ടീൻ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ സി, എ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇലയും കുരുമുളകും ഒരു തരി ഉപ്പും കൂടി ചേർത്തിട്ട് ഡെയിലി നമ്മൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ്. കണ്ണിന് ഏറെ ഉത്തമമായിട്ട് പറയുന്ന ഒരു ചീരയാണിത് പൊന്നാങ്കണ്ണി ചീര. ഇത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് ഇത് ഏറെ ഉത്തമമാണ്. ഇതിൻ്റെ ഇല ആവിയിൽ വേവിച്ച് വെണ്ണ ചേർത്ത് കഴിക്കുന്നത്, അതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതും ഉത്തമമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് മുലയൂട്ടുന്നവർ ഈ പൊന്നാങ്കണ്ണി ചീര എന്നും തോരനായിട്ട് കറി വെച്ച് കഴിക്കുന്നത് ഉത്തമമാണ്. മുലപ്പാൽ വർദ്ധിക്കും. പനി, ആസ്മ എന്നിവയ്ക്ക് ഇത് വളരെ ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഇതിൻ്റെ സ്വരസം എടുത്തിട്ട്, അതായത് ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് അല്പം വെളുത്തുള്ളി നീരും കൂടി ചേർത്ത് കൊടുക്കുന്നത് പനിക്കും ആസ്മയ്ക്കും ഉത്തമമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഇല പതിവായിട്ട് സേവിച്ചാൽ തലച്ചോറിനും ഹൃദയത്തിനും ആരോഗ്യകരമാണെന്നാണ് അതിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാൽസ്യം വളരെ റിച്ചായിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് എല്ലിനും പല്ലിനും ഏറെ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കുന്നതും രക്തശുദ്ധി പ്രദാനം ചെയ്യുന്നതുമാണ്. വായ്പുണ്ണിന് ഇത് ഉത്തമമാണ്. വായ്പുണ്ണുള്ളവർ ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് ഉത്തമമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം.